നമുക്കെങ്ങനെ ചിക്കൻ മന്തി വെക്കാമെന്ന് നോക്കാം. ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടായ ചെമ്പിലേക്ക് വെച്ചു. നല്ലതുപോലെ തിളച്ചിരിക്കുന്ന ചെമ്പിലേക്കാണ് നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഒഴിക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം അരച്ച് വെച്ച പേസ്റ്റാണ്. അത് നല്ലോണം ഇളക്കി ഒന്ന് കളറ് ആവുന്നിടം വരെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെയാണ്. കളറ് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ വേണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അങ്ങനെ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടുക്കി പിടിക്കാതെ പിടിച്ചുകൊണ്ട് ഇളക്കുക. പിന്നെ കുറച്ച് മല്ലിയില, പട്ട, തക്കോലം ഇലകൾ, ഒരു ഉണക്കനാരങ്ങ, മല്ലിയിലെല്ലാം കൂടെ നമ്മൾ മൊത്തത്തിൽ അതായിട്ട് തന്നെ ഇരിക്കുന്നത്. പിന്നെ മാഗി ക്യൂബ് ഇടുന്നുണ്ട്. ഒരു മാഗി ക്യൂബ് ഒരു പാക്കറ്റ് വരുന്ന 2 പീസ് വരുന്ന ഇട്ടിട്ടുണ്ട്. പിന്നെ തക്കാളി അരച്ച പേസ്റ്റും ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലോണം ഇളക്കി കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇളക്കി നല്ല രീതിയിൽ നല്ലൊരു അങ്ങനെ കളറെടുക്കുമ്പോൾ കുറച്ച് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. ക്യാപ്സിക്കവും ഇട്ടിട്ട് ഇളക്കി നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഇച്ചിരി മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് ഇറച്ചി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇറച്ചി ഇടുന്നതിന് മുന്നേറ്റാണ്. കുറച്ച് പിന്നെ കെജിയുടെ നെയ്യാണ് ഇട്ടത്. നെയ്യിട്ട് ഇളക്കിയിട്ട് കുറച്ച് നമ്മൾ എത്ര അരി എടുക്കുന്ന അരിയെക്കാട്ടി 1.5 മടങ്ങ് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഇതായിട്ട് വീണ്ടും അടുത്തൊരു പാക്കറ്റ് മാഗി ക്യൂബും കൂടെ എടുത്ത് വെച്ചിരുന്ന അതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ചൂടായി തിളച്ച് ഒന്ന് നോക്കണം. തിളക്കുന്നതിന് മുന്നേ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിട്ട് നല്ലതായിരിക്കും. ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനൊരു മന്തിക്കൊരു ഭംഗിക്ക് വേണ്ടി ഇട്ടതാണ്. അങ്ങനെ ക്യാരറ്റ് ഇട്ട് എല്ലാം ഇതിനായി വെള്ളം തിളയ്ക്കുന്നതിന് തിളച്ച് ചെറിയ ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് അരിയിട്ട് അരി നമ്മൾ നേരത്തെ 1-2 മണിക്കൂർ 2.5 മണിക്കൂർ ഒക്കെ ഒന്ന് കുതിർത്ത് വെച്ച അരിയാണ്. മന്തിയുടെ അരി, കപ്സ അരി. അതാണ് ഇട്ട് നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി വീണ്ടും നമ്മൾ അടച്ചു. കുറച്ചടയ്ക്കൊന്ന് പൊക്കിയൊക്കെ നോക്കുക. തിളച്ച് വരുന്നുണ്ട്. എപ്പോഴും പൊക്കണമെന്നില്ല, പൊക്കുന്നതനുസരിച്ച് പൊക്കി നോക്കിയാൽ മതി. തിളയ്ക്കുന്നതനുസരിച്ച് പൊക്കി തിളച്ചോന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക കറക്റ്റാണോ. അത് നമ്മൾ എത്ര ഇടുന്ന അതിനനുസരിച്ച് നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ച് അങ്ങനെ വീണ്ടും വെള്ളം പറ്റി ഒന്ന് നല്ല രീതിയിൽ ഇതായതിനു ശേഷം നോക്കുക. ഇപ്പോൾ കുഴപ്പമില്ലാതെ മന്തിയായിട്ടുണ്ട്. നല്ലോണം ചിക്കൻ മന്തി. ഇത് ആർക്കും ഉണ്ടാക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും ഈ റെസിപ്പിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിലായിരിക്കും ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു